ശബരിമലയിൽ നടൻ ദിലീപിനൊപ്പം മറ്റ് 3 പേർ കൂടി പോലീസ് അകമ്പടിയോടെ സോപാനത്തേക്ക് വന്നതായി കണ്ടെത്തൽ. ആലപ്പുഴ ജില്ലാ ജഡ്ജി കെ രാധാകൃഷ്ണൻ, KP അനിൽകുമാർ എന്നിവരും ദർശനത്തിലെത്തിയെന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ വിശദീകരണം തേടുമെന്ന് ഹൈക്കോടതിയെ അറിയിച്ചു. അതേസമയം സന്നിധാനത്തുണ്ടായിരുന്ന സുനിൽ സ്വാമി ഇന്നലെ തന്നെ മലയിറങ്ങിയെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. ബിനിലുണ്ട്. ബിനിൽ, എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള ഈ നടപടിക്രമങ്ങൾ അത് ശരിയായ രീതിയല്ല. കാരണം ഒരുപാട് ഭക്തർ അവിടേക്ക് വരുന്നതാണ്. അതും തിരക്ക് ഓരോ ദിവസവും കൂടി വരുമ്പോൾ ചിലർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് ശരിയല്ല. അപ്പോൾ ഹൈക്കോടതി ഈ വിഷയത്തെ എത്രത്തോളം ഗൗരവത്തോടെ കാണുന്നു? ദിലീപിന് ഇന്നലെ നൽകിയിട്ടുള്ള ഈ പ്രത്യേക പരിഗണന അത് എന്തുകൊണ്ട്, അത് എത്ര മണിക്കൂറുകൾ നീണ്ടു എന്നടക്കം എന്തൊക്കെ വിശദീകരണങ്ങളും ചോദ്യവും ഒക്കെ തന്നെ ചോദിക്കുന്നുണ്ട് ഹൈക്കോടതി. അതിന്മേൽ എന്താണ് ദേവസ്വം ബോർഡിന്റെ മറുപടി? പ്രജീഷ്, ദേവസ്വം ബോർഡിന്റെ മറുപടി ഇപ്പോൾ ഹൈക്കോടതിയിൽ ലഭ്യമായിട്ടുണ്ട്. മറുപടി നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ്: നടൻ ദിലീപിന് പുറമെ ആലപ്പുഴ ജില്ലാ ജഡ്ജി കെ രാധാകൃഷ്ണൻ, പിന്നീട് നോർക്ക ചുമതല വഹിക്കുന്ന ശ്രീ KP അനിൽകുമാറും പോലീസ് അകമ്പടിയുടെ സോപാനത്ത് വന്നിട്ടുണ്ട്. ഈ 3 പേർക്കുമൊപ്പം മറ്റു കുറച്ചു പേർ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ 3 പേരെയുമാണ് സോപാനത്തേക്ക് നേരെ പ്രവേശിപ്പിച്ച് ദർശനം അനുവദിച്ചത് എന്നതാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇവർക്കൊപ്പം വന്ന മറ്റുള്ളവരെ ജനറൽ ക്യൂവിലൂടെ കടത്തിവിട്ടു എന്നതാണ് ഈ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത്. ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ദേവസ്വം ഗാർഡുമാരുടെ പേര് വിവരങ്ങളടക്കമാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഈ ദേവസ്വം ഗാർഡുമാരോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയാൽ അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് കൂടി എക്സിക്യൂട്ടീവ് ഓഫീസർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതി കടുത്ത നിലപാടിലേക്ക് പോയതോടുകൂടി ഇതിൽ വിശദമായൊരു അന്വേഷണത്തിന് കൂടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് SP ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത് ഒരു വളരെ ഈ സുനിൽ സ്വാമിയുടെ കാര്യമുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം സുനിൽ സ്വാമിയുടെ വിഷയം, പിന്നീട് ഇപ്പോൾ ദിലീപിന്റെ വിഷയം. അപ്പോൾ നേരത്തെ തന്നെ ഇക്കാര്യത്തിലൊക്കെ തന്നെ ഈ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിലേക്ക് പരാതികളോ അല്ലെങ്കിൽ മറ്റോ ഒക്കെ എത്തിയിരുന്നതാണോ? ഹൈക്കോടതി ഇക്കാര്യത്തിലൊക്കെ തന്നെ നിരീക്ഷണമൊക്കെ നടത്തുകയും അവിടുത്തെ വിശദാംശങ്ങളൊക്കെ നേരത്തെ തന്നെ തേടുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണോ സുനിൽസ്വാമിയുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ ഒരു നിലപാടിലേക്ക് വരുന്നത്? ദിലീപിന്റെ കേസ് കൂടി ആ നിലയിലേക്കൊക്കെ എത്തുകയാണോ? പ്രജീഷ്, ശബരിമലയിൽ ആർക്കും പ്രത്യേക പരിഗണന നൽകരുത് എന്നത് ഹൈക്കോടതിയുടെ നേരത്തെ തന്നെയുള്ള ഉത്തരവാണ്. സുനിൽ സ്വാമിയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ദിലീപിന്റെ പ്രശ്നത്തിലാണെങ്കിലും ഹൈക്കോടതി എടുത്തിരിക്കുന്ന നിലപാട് അത് തന്നെയാണ്. പ്രതീക്ഷ നേരത്തെ സൂചിപ്പിച്ചതാണ് ഈ സുനിൽ സ്വാമിയുടെ വിഷയം. ഇന്നലെ നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്താണ്. ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വിട്ടതാണ്. കഴിഞ്ഞ 10 വർഷമായി ഒരേ സഹ്യാദ്രി പിൽഗ്രിം സെന്ററിലെ 401-ാം മുറി സുനിൽ സ്വാമി കൈവശപ്പെടുത്തി എല്ലാ നട തുറന്നിരിക്കുന്ന ദിവസങ്ങളിലും ശബരിമലയിൽ തുടരുകയായിരുന്നു ഇതുവരെ. പക്ഷേ ഇന്നലെ ഹൈക്കോടതി കടുത്ത നിലപാടിലേക്ക് പോയതോടുകൂടി വൈകിട്ടോടുകൂടി ഇന്നലെ വൈകിട്ട് സുനിൽ സ്വാമി ശബരിമലയിൽ നിന്ന് ഇറങ്ങിയെന്നാണ് ഇന്ന് കോടതിയിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ദിലീപിന്റെ കേസ് പരിഗണിച്ച വേളയിൽ തന്നെ ദേവസ്വം ബെഞ്ചിൽ നിന്ന് ഉയർന്ന ചോദ്യം ഇപ്പോഴും സുനിൽ സ്വാമി ശബരിമലയിൽ ഉണ്ടോ എന്നതാണ്. അപ്പോൾ തന്നെ സർക്കാർ അഭിഭാഷകൻ അക്കാര്യം പരിശോധിച്ച് മറുപടി നൽകാമെന്ന് അറിയിച്ചു. ഉടൻ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് ആ വിവരങ്ങൾ തേടി കോടതി അറിയിക്കുകയും ചെയ്തു. ഇന്നലെ തന്നെ സുനിൽ സ്വാമി മലയിറങ്ങിപ്പോയി എന്ന കാര്യമാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഇവിടെ ദിലീപിന്റെ പ്രശ്നത്തിലേക്ക് വന്നാലും സുനിൽ സ്വാമിയുടെ വിഷയത്തിലേക്ക് വന്നാലും ഒക്കെ തന്നെ ശബരിമലയിൽ ചില ആൾക്കാർക്ക് പ്രത്യേക പരിഗണന നൽകുന്നു എന്നതാണ് കോടതിയുടെ പ്രശ്നം. കാരണം ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ വളരെ ബുദ്ധിമുട്ടി ആ മല കയറിയൊക്കെ വരുന്നവർക്ക് അവർക്കൊരു നിമിഷം പോലും ആ ദർശനത്തിന് സമയം കിട്ടാറില്ല. എല്ലാവരെയും ക്യൂവിൽ നിന്ന് ആ തിരക്കിനനുസരിച്ച് തള്ളി വിടുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഇത്തരത്തിലുള്ള VIP-കൾ എത്തി സോപാനത്ത് ഏറെ നേരം കാത്തു നിന്ന് അവരുടെ ഇഷ്ടത്തിനൊത്ത് തൊഴുതു മടങ്ങുന്ന ആ ശീലമുള്ളത്. ഈ ദിലീപിന്റെ കാര്യത്തിൽ കോടതി ഇത് ഇടപെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹരിവരാസനം പാടുന്നതിന് തൊട്ട് മുൻപാണ് ദിലീപ് അവിടെ ദർശനത്തിനെത്തുന്നത്. ആ ഹരിവരാസനം പാടി തീരുന്നത് വരെ ദിലീപ് ആ സോപാനത്ത് തന്നെ തുടരുകയാണ്. അതാണ് കോടതി ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ അത്രയും നേരം ആ ദർശനം അനുവദിക്കുന്നത്? മറ്റ് ആ ക്യൂവിലുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ നോക്കുക. ക്യൂവിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, അവരെയൊക്കെ ഇങ്ങനെ കടത്തി അവർക്കൊക്കെ വേഗത്തിൽ കടത്തിവിടുന്നു. ആ സമയത്തൊക്കെ തന്നെ ദിലീപ് തൊട്ട് മുന്നിൽ ആ ശ്രീകോവിലിന് തൊട്ട് മുന്നിൽ നിന്ന് ദർശനം നടത്തുകയാണ് ചെയ്യുന്നത്. അതാണ് കോടതിയെ ചൊടിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആവർത്തിച്ച് പറയുന്നതാണ്
ശബരിമലയിൽ എല്ലാവരും തുല്യരാണ്. അവിടെ എത്തുന്ന ഭക്തന്മാർക്കും സൗകര്യപ്രദമായ സുഖമായ ദർശനം ലഭിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അവിടെ ഇത്തരത്തിൽ VIP കൾച്ചർ വന്നു കഴിഞ്ഞാൽ അതിന് സാധ്യമല്ല എന്നതാണ് കോടതി നേരത്തെ തന്നെ എടുത്തിട്ടുള്ള നിലപാട്. അതുകൊണ്ടാണ് ഇതിൽ ഒരു കോടതി അലക്ഷ്യ നടപടിയിലേക്ക് പോലും പോകുമെന്ന മുന്നറിയിപ്പ് കോടതി ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം സമീപകാലങ്ങളിലൊക്കെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അത് ശുഭോദർഹവുമാണ് എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. നമ്മോടൊപ്പം ഇപ്പോൾ ഈ വിഷയത്തിൽ വിലയിരുത്തലുമായി രാഹുൽ ഈശ്വർ, സാമൂഹ്യ നിരീക്ഷകൻ, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി ഗുരുകുലം സ്വാമിയാണ്. ഇവർ രണ്ടുപേരാണ് നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ, ശബരിമലയെ സംബന്ധിച്ചും അറിയാമല്ലോ. ഞാനോ പ്രജീഷ് കൈപ്പള്ളി എന്ന ഞാനോ രാഹുൽ ഈശ്വർ എന്ന അങ്ങോ സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തി ബോധിയോ ആരവിടെ ശബരിമലയിലേക്ക് എത്തിയാലും അത് വ്യക്തികളല്ല. അവിടെ എല്ലാവരും ഭക്തന്മാരാണ്. നോമ്പ് നോറ്റ് വ്രതമെടുത്ത് ശബരിമലയിലേക്ക് അയ്യനെ കാണാൻ എത്തുന്നവരാണ്. അപ്പോൾ ദിലീപ് അവിടെ എത്തി ഇത്രയും മണിക്കൂറുകളോളം സോപാനത്ത് നിലയുറപ്പിച്ചു. അകമ്പടിയായി ദേവസ്വത്തിന്റെ ഗാർഡും പോലീസും ഒക്കെ തന്നെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അത് നൽകുന്നൊരു സന്ദേശമുണ്ടല്ലോ. അതിനെ വളരെ ഗൗരവത്തോടു കൂടി കോടതി പരിഗണിച്ചിരിക്കുന്നു. അങ്ങനെ പരിഗണിക്കപ്പെടേണ്ടതല്ലേ രാഹുൽ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആദ്യം തന്നെ സ്വാമി ശരണം. പ്രജീഷ് സ്വാമി ആണെങ്കിലും രാഹുൽ ഈശ്വർ സ്വാമി ആണെങ്കിലും ശക്തിബോധൻ സ്വാമി ആണെങ്കിലും ദിലീപ് സ്വാമി ആണെങ്കിലും എല്ലാവരും അയ്യപ്പന് മുമ്പിൽ തുല്യമാണ്, ഒരുപോലെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോഴും പ്രായോഗികമായി ആരെങ്കിലും ശ്രീ ദിലീപിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈക്കോടതി ജഡ്ജി വരുമ്പോഴോ ആരെങ്കിലും വരുമ്പോ അവർക്ക് ഒരു പ്രിഫറൻസോ ചേട്ടാ നമുക്ക് മുമ്പോട്ട് പോകാന്ന് പറയുന്നതേ ഉള്ളൂ. ഇതിന്റെ പിന്നിൽ ആർക്കും സ്ഥാപിത താല്പര്യങ്ങളോ മറ്റോ ഒന്നുമില്ല. ഇത്തരം കാര്യങ്ങളെ കുറച്ചുകൂടെ ലഘുവായി കാണണമെന്നുള്ളതാണ് ഒരു ഭക്തൻ എന്ന നിലയിൽ എന്റെ അഭ്യർത്ഥന. ബഹുമാനപ്പെട്ട കോടതി മാറിക്കണ്ട സ്ഥിതിക്ക് നമ്മുടെ കോടതിയുടെ ഉത്തരവ് ഒരു കാര്യം താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. ഒരു പക്ഷേ അവിടെ ആരെങ്കിലുമൊക്കെ പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകൾ, സിനിമാ താരങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല കരിസ്മയൊക്കെയുള്ള ആളുകളൊക്കെ വരും. അവരെയൊക്കെ തന്നെ ഒരു പക്ഷേ നിർത്തി തൊഴിവയ്ക്കുകയോ ഒക്കെ നമുക്കിപ്പോൾ അറിയാമല്ലോ. നമുക്ക് നേരത്തെ സോപാനത്തിന് അകത്ത് കയറാമായിരുന്നു. ഇപ്പോൾ അതല്ല, ആ ഒരു ലൈനുണ്ട്, ലൈനിൻ്റെ ഫ്രണ്ടിൽ കൂടെ കയറ്റി വിടുക എന്നുള്ളതാണ്. പക്ഷേ അതല്ല പ്രശ്നം. അതല്ല, അവിടെ നിലയുറപ്പിച്ച് മണിക്കൂറുകളോളം അയ്യപ്പനെ നോക്കി തൊഴുത് നിൽക്കുകയാണ്. എത്രത്തോളം നിമിഷങ്ങളോളം നിൽക്കുകയാണ് തൊഴുത്. അത് പാടില്ലല്ലോ. കാരണം ഇത്രയും ആളുകൾ തൊഴുത് അറിയാമല്ലോ, രാഹുൽ ഈശ്വരൻ അറിയാമല്ലോ, ശബരിമലയിലെ ഇപ്പോഴത്തെ പണ്ടത്തെ സ്ഥിതിയല്ല. ഒരു മിന്നായം പോലെയാണ് ആളുകൾക്ക് അയ്യപ്പനെ കാണാൻ കഴിയുന്നത്. എങ്ങനെയാണ് എത്തുന്നത്? 41 ദിവസമൊക്കെ വ്രതം നോക്കി എത്തുന്ന ഭക്തരാണ്. അവർക്കൊന്നും മിന്നായം, ചിലർക്ക് കാണാൻ പോലും കഴിയില്ല, അവർക്ക് തിരിച്ചു കയറാനും കഴിയില്ല. അപ്പോഴാണ് ഒരു VIP വന്ന് ഇങ്ങനെ മണിക്കൂറുകൾ സോപാനത്തിന് മുന്നിൽ നിന്ന് തൊഴുകയാണ്. അത് ശരിയാണോ? അത് ഇവിടെയാണ് ഞാൻ മനസ്സിലാക്കിയത് പരിമിതമായി. ഞാനിപ്പം വിജയവാഡയിലാണ്, ആന്ധ്രാപ്രദേശിലാണ്. എനിക്കതുകൊണ്ട് ഇത് ആൾക്കാരെ എനിക്ക് ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് മണിക്കൂറുകളല്ല, ഏതാനും മിനിറ്റുകളാണ്. ഹരിവരാസനം പാടുന്നതിന് കുറച്ചു മുമ്പാണ് ശ്രീ ദിലീപ് അവിടെ എത്തിയത്. ഹരിവരാസനം പാടുമ്പോൾ ആ പാട്ട് മുഴുമിപ്പിക്കാതെ പോകുന്നൊരു ശീലം പലപ്പോഴും ആർക്കും ഇല്ല. അപ്പൊ അത് തീരുന്നവരെ നിന്നു, എന്നിട്ട് അദ്ദേഹം ഇറങ്ങി എന്നുള്ളതാണ്. അവിടെ തത്വത്തിൽ VIP-ക്ക് മണിക്കൂർ എന്ന് പറയുന്നത് അവിടുത്തെ ആ മുന്നിലെ ദർശനം മാത്രമല്ല, അവിടെ വരുന്നു, ദിലീപ് വരുന്നു, അവിടെ പലയിടങ്ങളിലും നിലയുറപ്പിക്കുന്നു. ഓരോ സ്ഥലങ്ങളിലും സമയം കവർന്നെടുത്തിട്ടുണ്ട്. ഒപ്പം ഈ പറയുന്ന അകമ്പടി സേവിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക പരിഗണന അവർക്കൊക്കെ വേണമോ എന്ന ചോദ്യം ന്യായമല്ലേ? അല്ലല്ല, ഞാൻ ന്യായീകരിക്കുകയല്ല. പക്ഷെ എന്നിരുന്നാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിലപാടിനെ പൂർണ്ണമായും മാനിക്കുന്നു. പക്ഷെ പ്രായോഗികതയിൽ അവിടെ പലപ്പോഴും സംഭവിക്കുന്നത്, ഇപ്പൊ ശ്രീ വിവേക് ഓബ്രോയ് വരും. ഞാനും ശ്രീ വിവേക് ഓബ്രോയും കൂടെ 9 മണിക്കൂർ ക്യൂ നിന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ നിന്ന് പോകുന്നവരുണ്ട്. എന്നാൽ അടുത്തൊരു തവണ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരാൾ വന്നു. അദ്ദേഹം തന്നെ ചോദിക്കുകയുണ്ടായി, കുടുംബത്തിലെ ആൾക്ക് കാലിനും മറ്റും പ്രശ്നമുണ്ട്, കുറച്ച് എനിക്ക് മുമ്പേ പോകാൻ കഴിയുമോ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രായോഗികതയുടെ ദർശനം കൂടെ വേണം. തത്വാധിഷ്ഠിതമായി സമത്വാധിഷ്ഠിതമാണ് അയ്യപ്പ ദർശനം. എല്ലാവരും കറപ്പാണ്, എല്ലാവരും അയ്യപ്പന്മാരാണ്. ഇത് പറയുമ്പോഴും ഇതൊന്നും പ്രശ്നവൽക്കരിക്കേണ്ട ആവശ്യമില്ല. അതായത് ദിലീപ് അല്ലെങ്കിൽ ശ്രീ ദിലീപ് ആണെങ്കിലും ആരാണെങ്കിലും വന്ന് ദർശനം കഴിഞ്ഞു പോകുമ്പോൾ അവിടെ ഒരു വിവാദമുള്ളതായി തോന്നുന്നുണ്ട്. ഇനി സുനിൽസ്വാമി അദ്ദേഹം ആണെങ്കിലും വിവാദം എന്താണ്? ഹൈക്കോടതിക്ക് രാഹുൽ ഈശ്വരൻ അറിയാമല്ലോ. നമ്മൾ പരിചയപ്പെടുന്ന പോലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 2008 ശബരിമലയിൽ വെച്ചാണ് രാഹുൽ ഈശ്വരൻ ഞാനും പരിചയം സ്ഥാപിക്കുന്നത്, ഓർമ്മയില്ലേ? അപ്പോൾ അന്നൊക്കെയുള്ള അന്നത്തെ സ്ഥിതിയല്ല ഇപ്പോൾ ശബരിമല. അന്നെന്തായിരുന്നു ആളുകൾ? എത്ര പരിമിതമായി അന്നും ഭക്തരുണ്ട്, പക്ഷെ അതിൻ്റെ എത്രയോ ശരാശരി ഭക്തരുടെ വരവുണ്ട്. ഭക്തരുടെ വരവ് വളരെ പ്രധാനപ്പെട്ട. അതിനുശേഷം ദേവസ്വം ബെഞ്ച് രൂപീകരിക്കുന്ന സമയത്തൊക്കെ പ്രത്യേക ബെഞ്ചാണ് ശബരിമല. അവരൊക്കെ ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണുന്നു എന്നുള്ളത് വെറുതെ ചുമ്മാതാണോ? അത്
അല്ലല്ല, അങ്ങനെ വേണം താനും. അല്ല, ശബരിമല നന്നായി നടന്നു പോകുന്നതിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റും ഉത്തരവാദിത്വവും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കാണ്. അയ്യപ്പൻ കഴിഞ്ഞാൽ ഇവിടെ കോടതികളാണ് കാര്യമായിട്ട് കൊണ്ടുപോകുന്നത്, ഒരു ബാലൻസിൽ കൊണ്ടുപോകുന്നത്, ഹാർമണൈസ് ചെയ്യാൻ കൊണ്ടുപോകുന്നത്. അങ്ങനെ അറിയാവുന്നതുപോലെ പലപ്പോഴും ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ തർക്കം ഉണ്ടാകാറുണ്ട്, പോലീസും ദേവസ്വവും തമ്മിൽ കോർഡിനേഷൻ കുറവുണ്ടാകാറുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ട്. കോടതിയുടെ ഇടപെടലാണ് അവിടെ നന്നായി പോകുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സീരിയസ് ആയിട്ട് സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി കൂടി ചേരുന്നുണ്ട്. ഞാൻ അങ്ങയിലേക്ക് അടുത്ത ഊഴം എത്താം. സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, ശബരിമലയെ സംബന്ധിച്ച് എന്താണ് വിശ്വഭദ്രാനന്ദിലേക്ക് നമുക്ക് ഉടൻ എത്തിച്ചേരാൻ കഴിയും? രാഹുൽ ഈശ്വർ, കാരണം നമുക്ക് ശബരിമലയെ സംബന്ധിച്ചോളം നാനാ ജാതി മതസ്ഥർ എത്തുന്ന ഒരു ഇടമാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇനി നമ്മൾ ചിന്തിക്കേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ പ്രായോഗികമായിട്ട് പല സ്റ്റേറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ വ്യക്തിപ്രഭാവമുള്ള ആളുകൾ, ഒരുപക്ഷെ ഹൈക്കോടതി പറയുന്ന ജഡ്ജിമാരൊക്കെ എവിടേക്ക് എത്താം, അവർക്ക് അമ്പടി പോകണം, പലരും എത്താം. അപ്പോൾ അവർക്കൊക്കെ കയറ്റിവിടാൻ കഴിയുന്ന, നമുക്കറിയാമല്ലോ പണ്ട് നേരത്തെ ഒരു ഫ്ലൈ ഓവർ പോലെ ഉണ്ടായിരുന്നു, അതിപ്പോഴില്ല. താഴേക്ക് വശത്തൂടെ നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പോൾ സൈഡ് വഴി നമുക്ക് കയറാം, സൈഡ് വഴിയാണ് പോകുന്നത്. അതുവഴി കയറി നിന്ന് തൊഴുത് കുറച്ച് മിനിറ്റൊക്കെ അവിടെ നിന്ന് തൊഴുതിട്ട് പോകാം. പക്ഷെ അതിൻ്റെ തൊട്ട് ബാക്കി 2-3 വരികളിലായിട്ട് എത്രയോ ആളുകൾ ഇരുമുടിക്കെട്ട് എന്തി, ഒരു പക്ഷേ ഇരുമുടിക്കെട്ട് ഒന്ന് ചരിഞ്ഞ് വീണ് ഇരുമുടിയിലേക്ക് ശ്രദ്ധ മാറിയാൽ പോലും അവർക്ക് അയ്യപ്പനെ കാണാൻ കഴിയില്ല. 41 ദിവസം വ്രതം നോറ്റ് വരികയാണ്. എന്ത് ചെയ്യും? അങ്ങനെ എത്രയോ പേര് നമ്മളൊക്കെ പൂർണ്ണമായി ശരിയാണ്. പക്ഷെ ഇതും കൂടെ ഒന്ന് കേൾക്കുക. അങ്ങ് പറയുന്നത് പൂർണ്ണമായി ശരിയാണ്. അതിന്റെ വികാരം കേൾക്കുന്ന എല്ലാവർക്കും ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്ക് ഉൾക്കൊള്ളാനും കഴിയും. പക്ഷെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു പ്രശ്നവൽക്കരിക്കുകയും വിവാദവൽക്കരിക്കുകയും വേണ്ട. നമ്മുടെ പോലീസുകാർ അവിടെ ഒരു ഫോട്ടോ എടുക്കുകയുണ്ടായി, ആവശ്യമില്ലാത്ത രീതിയിൽ പലരും അതിനെ ഫ്ലെയർ അപ്പ് ചെയ്തു. അവർക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു അസുലഭ നിമിഷം, ഞങ്ങൾക്ക് ഒരു ഫോട്ടോ എടുക്കണമെന്ന് തോന്നി. അതിനെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും തെറ്റായി പോയി സംഭവിച്ചത് സംശയമില്ല, ഒരു ഇൻപ്രോപ്രിറ്റി ഉണ്ടായി. ഇതേപോലെ എല്ലാ പ്രശ്നത്തിനെയും നമ്മൾ പ്രശ്നവലിക്കുന്ന ആവശ്യമില്ല. ശ്രീ ദിലീപിനാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കാണെങ്കിലും കൂടെ പോയ അവിടെയുള്ള ജഡ്ജിമാർക്കാണെങ്കിലും പോലീസുകാർക്കാണെങ്കിലും നാളെ ഒരു പേടി ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഇടപെടരുത്. എന്ത് ചെയ്താലും അത് പ്രശ്നമാകും, വിവാദമാകുമോ എന്ന രീതിയിൽ ഇടപെടരുത്. കാരണം നമ്മളെല്ലാം മനസ്സമാധാനത്തിന് വേണ്ടിയാണ് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകുന്നത്. പ്രത്യേകിച്ച് ശബരിമല മതസൗഹാർദ്ദത്തിന് വലിയ കേന്ദ്രമാണ്. അയ്യപ്പനുണ്ട്, മുസ്ലിം സുഹൃത്തായ വാവരുണ്ട്, ശബരിമലയുടെ ചരിത്രത്തിൽ ക്രിസ്ത്യാനിയായ വെളുത്തയുണ്ട്, ബഹുസ്വരമാണ് ശബരിമലയുടെ ചരിത്രം. അപ്പം നമ്മളൊരു മനസ്സമാധാനത്തിനും ഒരു സന്തോഷത്തിനും വേണ്ടിയാ പോകുന്നത്. ഒരു പ്രശ്നത്തിലേക്ക് അതിലെ കൊണ്ടുവരരുത്. പക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു സ്ട്രോങ് നിലപാട് എടുക്കുന്നതായി കണ്ടു. ഹൈക്കോടതിയോടുള്ള അഭ്യർത്ഥന, ഇത്തരം കാര്യങ്ങളെ കുറെ കൂടെ നമുക്ക് സോഫ്റ്റ് ആയി ഇത്തരം കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യണം. ഹൈക്കോടതി തെറ്റാന്ന് പറഞ്ഞാൽ തെറ്റ് തന്നെയാണ്, സംശയമില്ല. പക്ഷെ എന്തിനെപ്പോഴും ആക്ഷനോ കോടതി ലക്ഷ്യമോ ഒന്നും അല്ല. ശ്രീ ദിലീപ് അവിടെ എത്തിക്കാണും. ഏതെങ്കിലും ഒരു പോലീസുകാരെ പറഞ്ഞാണ് ദിലീപ് വേണ്ട നമുക്ക് അങ്ങോട്ടങ്ങ് പോവാൻ. അപ്പൊ ഇതിന്റെ പിന്നിൽ ആരും ബോധപൂർവമായി കോടതി ലക്ഷ്യം ഒന്നും ചെയ്തതോ എന്തെങ്കിലും പ്രശ്നവൽക്കരിച്ചതോ അല്ല. അവിടെ ചെല്ലുന്നു. ഇപ്പൊ നമ്മളൊക്കെ തന്നെ പല ആൾക്കാരും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നോ വിദേശത്ത് നിന്നോ വരുമ്പോ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയും. ഇപ്പോൾ സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി അദ്ദേഹം ലൈനിലുണ്ട്. സ്വാമി, ഈ ശബരിമലയിൽ അറിയാമല്ലോ, നിഷ്ഠകളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അവിടെ വ്രതം നോറ്റെടുത്തുന്ന ആളുകൾക്ക് ആത്യന്തികമായിട്ട് എന്താണ്, അപ്പോൾ അയ്യപ്പസ്വാമിയെ കാണുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഒരു VIP പരിഗണന വേണ്ടതില്ല എന്ന് നിയമപരമായി ഹൈക്കോടതിയുടെ ഉത്തരവാണ്. അപ്പോൾ ദിലീപ് ഇന്നലെ പോയി അവിടെ ദിലീപിന് ലഭിച്ച ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് സാധാരണ ഭക്തരെ സംബന്ധിച്ചോളം അവരുടെയൊക്കെ തന്നെ നൈതികതയെ വ്രണപ്പെടുത്തുന്നത് ആണ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അതിൽ താങ്കളുടെ നിരീക്ഷണം എങ്ങനെയാണ്? അല്ല, ദൈവസമക്ഷത്തിലെങ്കിലും പരിഗണനകളില്ലാതെ എല്ലാവർക്കും തുല്യമായ ഒരു അവസരം ലഭിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അതില് കോടതിയുടെ ഇടപെടൽ നല്ലതാണ്. പക്ഷെ കോടതി അങ്ങനെ ഇടപെടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ കോടതിയുടെ ജഡ്ജിമാർ വരുമ്പോൾ ഈ പരിഗണന കൊടുത്ത് ഉള്ള പൂർവ്വകാല അനുഭവങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. കോടതിയുടെ ജഡ്ജിമാരായിട്ടുള്ള ആളുകൾ ശബരിമലയിലേക്ക് വരുമ്പോൾ അവർക്ക് ഇങ്ങനെ പരിഗണന കൊടുക്കുന്ന ഒരു പതിവ് അവിടെ മുമ്പുണ്ടായിരുന്നു എന്നുള്ളത് കൂടി കോടതി പരിഗണിക്കേണ്ടതാണ്. എന്തായാലും കോടതിയെ കൂടി തിരുത്തുന്ന രീതിയിൽ എല്ലാവർക്കും തുല്യ പരിഗണന മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണ് എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നീട് ഈ ദേവസ്വം ബോർഡിന്റെയൊക്കെ പ്രതിനിധികളൊക്കെ തന്നെ വരുമ്പോൾ ആ സോപാനത്തിനടുത്തേക്കാണ് ഇപ്പോഴും ബോർഡ് അംഗങ്ങളൊക്കെ ആയാലും അവരൊക്കെ പ്രത്യേക പരിഗണനയോടെ നിന്ന് തൊഴുകുന്നു. അപ്പോൾ അതൊക്കെ വിശകലനം ചെയ്യപ്പെടണമെന്നാണ് അങ്ങ് നൽകുന്ന സൂചനയല്ലേ? അതെ, അതൊന്നും പാടില്ല. അങ്ങനെ ഒരു പരിഗണന കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അവിടെ എല്ലാവർക്കും തുല്യമായ പരിഗണന കിട്ടും. ഞാൻ 1-ാം തീയതി അവിടെ പോയി ദർശനം നടത്തി അഭിഷേകം കഴിച്ചു വന്ന ആളാണ്. അപ്പോ എനിക്കൊക്കെ ഒരു മിനിറ്റ് പോലും അവിടെ നിന്ന് നിൽക്കാൻ സമയം കിട്ടിയിരുന്നില്ല. നമ്മളെ ഇങ്ങനെ തള്ളി മാറ്റുകയായിരുന്നു. അപ്പോ ഞാൻ പ്രത്യേകിച്ച് പരിഗണനകൾക്കൊന്നും ആരെയും വിളിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യില്ല. എനിക്ക് അതിനുള്ള പരിചയങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനത് ഉപയോഗിക്കാറില്ല. അങ്ങനെ സാധാരണ ഒരു ഭക്തരുടെ ഒപ്പം ഒരാൾ എന്ന നിലയിൽ, ഭക്തരിൽ ഒരാൾ എന്ന നിലയിൽ തന്നെയാണ് അവിടെ പോവാറുള്ളത്.
ശരി, വളരെയധികം നന്ദി സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി. തിരക്കുകൾക്കിടയിലും പ്രതികരിച്ചതിനൊപ്പം രാഹുൽ ഈശ്വർ കൂടി നമ്മോടൊപ്പം അഭിപ്രായങ്ങൾ പങ്കുവച്ചു.